പണം ഉണ്ടാക്കുക എന്ന ഒറ്റ വഴിയേ നിനക്കിനേ ഉള്ളൂ. എവിടുന്ന് ഉണ്ടാക്കാനാ ദാസേട്ടാ ഇത്രയും പണം? എടാ കുമാര, ഈ നാട്ടിൽ നമുക്കൊരു പണി കിട്ടുമെന്ന് വിചാരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. നമ്മുടെ വഴി നമ്മളായിട്ടുണ്ടാക്കണം. ഇപ്പൊ തന്നെ കടമേറെയുണ്ട്, സ്ഥിരം പണിയില്ല, പിന്നെ വത്സലയുടെ കാര്യം. ഇതിനെല്ലാം പണമാണ് വേണ്ടത്. ഞാൻ എന്താ ചെയ്യേണ്ടത് ദാസേട്ടാ? നീ എൻ്റെ കൂടെ വാ. അത്യാവശ്യത്തിന് പണം കിട്ടുന്ന ജോലികൾ എൻ്റെ അടുത്തുണ്ട്. പണം കയ്യിലുണ്ടെങ്കിൽ ഈ ലോകത്ത് നടക്കാത്ത ഒരു കാര്യവുമില്ല. ഞാൻ വരാൻ ദാസേട്ടാ, ഞാൻ തീരുമാനിച്ചു. എടാ, സമൂഹത്തിലെ ഏറ്റവും അവഗണിക്കപ്പെടുന്ന വിഭാഗത്തിലുള്ളവരാ നമ്മൾ. നമുക്ക് വേണ്ടി പറയാൻ രാഷ്ട്രീയക്കാരില്ല. ഭരണകൂടവും നമ്മുടെ കരച്ചിൽ കേൾക്കില്ല. ഇനി അഥവാ കേട്ടാലും അവരും മൈൻഡ് ചെയ്യില്ല. എന്തായാലും അമ്മയോട് കൂടി ഒന്ന് ആലോചിക്കട്ടെ. എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കാനാ ഇത്രയും പണം? ദാസേട്ടൻ കുറെ നാളായി ടൗണിൽ ജോലിക്ക് നിർബന്ധിക്കണു. ഞാൻ പോയാലോ അമ്മേ? പക്ഷെ ഇടയ്ക്ക് വീട്ടിൽ വരാൻ പറ്റൂ. കുമാരേട്ടൻ പോണം. ടൗണിലൊക്കെ പോയാൽ നല്ല കാശുള്ള പണി കിട്ടും. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, വെറുതെ അമ്മയ്ക്ക് വിഷമം കൂട്ടാൻ. അതെ അമ്മേ, ഞാൻ പോവും. ദൂരസ്ഥലങ്ങളിലൊക്കെ പോയി ജോലി ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുമോ എന്റെ കുട്ടന്? അതൊക്കെ ഏട്ടന് പറ്റും. അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാതിരുന്നാ മതി. ചിലപ്പോ ദൈവം കാണിച്ചെന്ന വഴിയായിരിക്കും അമ്മേ. അതെ. എന്താണ് നിന്റെ ഇഷ്ടം വെച്ചാൽ അത് ചെയ്യ്. വേറെ ഒരു മാർഗവും ഇല്ലമ്മേ. രണ്ട് വിശേഷാൽ പൂജകള്. ആർക്കാ? മകനാ കുമാരന്. നാളെ മകീരം, ഒരു ശത്രു സംഹാരം, ഒരു അഭിഷേകം. ആയിക്കോട്ടെ. അമ്മേ കാത്തിരക്ഷിക്കണേ. എന്താ വിശേഷം അയാൾക്ക്? ജോലി കിട്ടി. ഓ നന്നായി. എവിടെയാ? കുറച്ച് അകലെയാ, ടൗണിലാ. ഇന്ന് പോണം. എല്ലാം മംഗളായി വരും. പിന്നെ ഒരു ചരട് ജപിച്ച് തരണം തിരുമേനി. ഇത്ര നാളും എന്നെ വിട്ട് നിന്നിട്ടില്ല എന്റെ കുട്ടൻ. എനിക്കറിയാലോ കാര്യങ്ങള്. എത്രന്റെയാ? ഒരു 101 മന്ത്രത്തിന്റെ. ഇന്ന് തരാവില്ല കേട്ടോ. 7 നാളെങ്കിലും ഇരിക്കണ്ടേ? ഓ ഹായ്, വിഷമിക്കണ്ട, എല്ലാം ദേവി കാത്തോളും. ഏട്ടാ, മുണ്ടും ഷർട്ടും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ? തോർത്തുമുണ്ട് എടുത്തു വെച്ചോ? പിന്നെ ആദ്യം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് എനിക്കൊരു ധാവണി വാങ്ങി തരണം. വാങ്ങിത്തരാലോ. 2ാം മാസത്തെ ശമ്പളത്തിൽ നിന്ന് എനിക്കൊരു 1/2 പവന്റെ മാല. അപ്പൊ അമ്മയ്ക്കോ? എന്നാ ഒരു കാര്യം ചെയ്യാം. എനിക്ക് മാല വേണ്ട, അമ്മയ്ക്ക് ഒരു സാരി വാങ്ങിക്കൊടുക്കാം. 2-3 പ്രാവശ്യം ഉടുത്ത് കഴിയുമ്പോ ഞാനത് മുറിച്ച് ധാവണി ആയിക്കോളാം. എന്താ? അല്ല കുട്ട, ഇത്ര വേഗം റെഡിയായോ? ഉപമേ, പോവാൻ സമയായി. കിട്ടുന്ന ജോലി ഇച്ചിരി ഭാരമുള്ളതാണെങ്കിലും ആത്മാർത്ഥമായി ചെയ്യണം. ആരെയും വേദനിപ്പിക്കരുത്. ചീത്ത കൂട്ടുകെട്ടിൽ ചെന്ന് ചാടരുത്. ഇതൊക്കെ നിനക്കറിയാം. എന്നാലും എന്താ എന്താ കുട്ട ഇങ്ങനെ നോക്കണേ? ഒന്നുമില്ലമ്മേ. വാ, ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങ. ദേവി, എന്റെ കുട്ടനെ കാത്തുരക്ഷിക്കണേ. അമ്മേ, എന്റെ പൊന്നുമോനെ. എന്താ കുട്ടായത്? അമ്മേ, ധൈര്യമായിട്ട് പോയി വാ. പോയിട്ട് വരാം മുത്തപ്പ. അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് പറയുകയാണെന്ന് ധരിച്ചാൽ മതി. ദേവിയെ എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചോണം. ചുറ്റുപാടുമുള്ള ദാരികന്മാരെ തിരിച്ചറിയാനുള്ള ശക്തി അമ്മ തരും.
പോവാം. ദേ എന്റെ മോനെ നല്ലവണ്ണം നോക്കിക്കൊള്ളണേ. ഇവിടെ വിട്ട് അവൻ എവിടെയും പുറത്തു പോയിട്ടില്ല. ഈ ചേരി കിടന്ന ഒന്നും ആവാൻ പറ്റില്ലമ്മേ. എല്ലാം ഞാൻ നോക്കിക്കോളാം. വാ കേറ്. ഞാനിന്ന് വീട്ടിലേക്ക് വരാം. എന്തിനാ? ഏട്ടൻ ഇന്ന് ജോലിക്ക് പോയില്ലേ? ഉം. അപ്പോ ഇനി ഞാൻ തന്നെ ഒന്ന് കാര്യങ്ങൾ പറയാം. അത്രയ്ക്ക് തിരക്ക് വേണ്ട. ആദ്യം വീടിന്റെ കാര്യമൊക്കെ ശരിയാവട്ടെ. പിന്നെ ചന്ദ്രേട്ടന് സ്ഥിരമായിട്ടൊരു പണിയും. ഇതൊക്കെ ശരിയായിട്ട് ഇനി എന്നാ? ചന്ദ്രേട്ടന് ഒരു ഓട്ടോ വാങ്ങിച്ചാലെന്താ? ലോൺ എടുത്ത്. എനിക്കെന്നും പണിയുണ്ട്. ഞാൻ നിന്റെ ഏട്ടനെ പോലെയല്ല. ഏത് പണിയായാലും ചെയ്യും. അങ്ങനെ എന്റെ ഏട്ടനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ ഏട്ടൻ വലിയ കാശുകാരനാവും. നല്ല ജോലിയെന്നാ കേട്ടത്. പിന്നെ എന്നെങ്ങനെ എപ്പോഴും കാണാനൊന്നും പറ്റില്ല കേട്ടോ. അയ്യോ, അപ്പൊ എന്റെ കാര്യം കഷ്ടത്തിലാവോ? ചിലപ്പോ ടൗണിൽ നല്ല ആമ്പിള്ളേര് ഒത്തു വന്നാ എന്നെ കെട്ടിച്ചു വിടുകയും ചെയ്യും. അങ്ങനെ വിടാൻ സമ്മതിച്ചില്ലെങ്കിലോ? വിടാൻ സമ്മതിക്കില്ല. ഇല്ല, സമ്മതിക്കില്ല. ഒരിക്കലും സമ്മതിക്കില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ആ, ഇത് കുമാരൻ, ഞാൻ പറഞ്ഞ ആളാ. ഇവരൊക്കെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാ. ഇത് റഷീദ്, വാസു, ആന്റണി. വാ പോവാ. എല്ലാരും ഇല്ലേ? ഉവ്. നാളെ രാത്രിയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്ഥലം കുറച്ച് അകലെയാ, പുഴയ്ക്കപ്പുറത്തുള്ള ഗ്രാമത്തിൽ. അതാരാ? ഇതാണ് കുമാരൻ. അടുത്ത കടവിൽ ജീപ്പ് ഉണ്ടാവും. ഇന്ന് തന്നെ പോണം. ഇനി നാളെ. ദാസേട്ടൻ എപ്പോഴാ വരിക? ഇപ്പൊ വരും. എപ്പോഴാ ജോയിൻ ചെയ്യണ്ടേ? മിക്കവാറും ഇന്ന് തന്നെ. എല്ലാരും ഒരേ ഓഫീസിലാ? അങ്ങനെയൊന്നുമില്ല. ദിവസം നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കുമോ? മിക്കവാറും നൈറ്റാ, ചിലപ്പോ ഡേയിലും കാണും. മാസം ഒരു 10,000 രൂപ കിട്ടുമായിരിക്കും അല്ലേ? ദാസേട്ടൻ ഒന്നും പറഞ്ഞില്ലേ? മനസ്സ് വെച്ചാ 3000 കൂടുതലുണ്ടാക്കാം. ആന്റണി, എന്തിനാ വെറുതെ? അല്ല റഷീദേ, അത് അധികം സംസാരം വേണ്ട. ഓരോന്നെടുത്തോ. ദാസേട്ടാ, എന്താ ഇത്? നിനക്ക് ജോലി വേണ്ടേ? കൈ നിറയെ പണം വേണ്ടേ? ഇതും ഒരു പണിയാണ്. വേണ്ട ദാസേട്ടാ. പിടിക്കടാ. നാട് നീളെ കടവും കടപ്പാടുകളും ബുദ്ധിമുട്ടും. കെട്ടിച്ചയക്കാൻ ഒരു പെങ്ങൾ, നഷ്ടപ്പെടാൻ പോകുന്ന വീട്. നീ ഇതുവരെ ഒന്നും പഠിച്ചില്ല അല്ലേ? പിടിക്കേ. വേണ്ട, ഒന്നിനും ഞാനില്ല. പിടിക്കാൻ. പിടിക്കാനാ പറഞ്ഞ. പിടിക്കേ. വെറുതെ വേണ്ട. ദാ. മോളെ, മുത്തപ്പനില്ലേ? ഉണ്ട്. മുത്തച്ഛാ, വാമേ അകത്തേക്ക് ഇരിക്കാം. ആരാ? ആ, സുഭദ്രാമയോ?
ഇരിക്കെ. എന്താ രാവിലെ തന്നെ? 2 ബ്ലൗസ് തയ്ക്കാൻ കൊണ്ടുവന്നതാ. ആ കുമാരൻ ഇന്ന് ജോലിക്ക് കയറി കാണൂല്ലേ? അതെ. എന്തായാലും സുഭദ്രയുടെ മുഖത്തിനൊരു തെളിച്ചോണ്ട് അല്ലേ മോളെ? ആ. അവൻ പോയല്ലേ വിഷമമില്ലാണ്ടല്ല. കാര്യങ്ങൾ നടക്കണ്ടേ? വീടിന്റെ കാര്യം, കടം, പിന്നെ ദേ ഇവള്. എന്റെ കാര്യമൊന്നും ഇപ്പൊ നോക്കണ്ട. എന്താ നിനക്ക് കല്യാണവും കുടുംബമൊന്നും വേണ്ടേ? വേണം, ഇപ്പൊ വേണ്ട. അതൊന്നും അല്ല മുത്തച്ഛ, ഇവൾക്ക് ഇപ്പോഴും ഒരാളോട് ഇഷ്ടാ. ഒന്ന് പോടി. ഇനി ഇവളുടെ കാര്യം ഒന്ന് തീരുമാനിക്കണം. അമ്മയില്ലാത്ത കുട്ടിയാണെങ്കിലും ആ ഒരു തോന്നൽ ഉണ്ടാക്കാതെ ഇത്രയും കാലം വളർത്തിയത്. ഇവക്ക് 8 വയസ്സുള്ളപ്പോ മോള് വിഷമിക്കണ്ട, എല്ലാം ഒന്ന് നേരെയാവട്ടെ. നമുക്കെല്ലാം വേണ്ടി തന്നെയാ ഇക്കൊല്ലം ഞാൻ 41 നോറ്റ് ദേവിക്ക് കോമരം കെട്ടി വെളിച്ചപ്പെടുന്നത്. നല്ല കാര്യം. ദേവീ ചൈതന്യം ഒഴുകും, ഉദ്ദിഷ്ട കാര്യപ്രാപ്തി ഉണ്ടാകും. പിന്നെ കുമാരനുണ്ടല്ലോ, അവൻ നോക്കും. അതേ മുത്തപ്പ, ഇനി എല്ലാം അവന്റെ കയ്യിലാ. ഓക്കെ, ശരി. റഷീദേ, എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. മിണ്ടായിരിക്കണം. ബസ് ഉടനെ എത്തും. ഈ വഴിക്കുള്ള അവസാനത്തെ ട്രിപ്പ്. മുൻവശത്തെ ഡോറിന്റെ തൊട്ടടുത്ത സീറ്റിൽ ഇടതുവശത്താണ് അവൻ ഇരിക്കുന്നതെന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. ഒരുമിച്ച് കയറണം, വലിച്ചിറക്കി നിലത്തിട്ട് വെട്ടണം. നോക്ക്, ആദ്യത്തെ വെട്ടിനും ആദ്യത്തെ കൊലപാതകത്തിനും മാത്രമേ മനസ്സും കൈകളും നിറയ്ക്കൂ. ഒരിക്കൽ ചോര കണ്ടാൽ പിന്നെ അതൊരു ഹരമായിരിക്കും നിനക്ക്. ഹരം, മനസ്സിലായോ? ദാസേട്ടാ, വേണ്ട, സംസാരം വേണ്ട. കൃഷ്ണേട്ടോ, കടുപ്പത്തിലൊരു ചായ. ആ കുമാരനോ? എല്ലാം ഞാൻ അറിഞ്ഞു. ജോലി കിട്ടിയ കാര്യം മുത്തപ്പൻ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരാൻ പറ്റുന്ന ജോലിയാണോ കുമാര? സുഭദ്രാമയ്ക്ക് സമാധാനായി. പാവം, ഒരുപാട് കഷ്ടപ്പെട്ടണ്ടേ നിങ്ങളെ വളർത്താൻ. മുഖത്ത് നല്ല ക്ഷീണുണ്ടല്ലോ. ഭാരമുള്ള ജോലിയായിരിക്കും. കൊഴിഞ്ഞാമ്പാറയിൽ വ്യാജ ലോട്ടറി പിടിച്ചു. അതെപ്പോ? ബസ്സിൽ നിന്നും പിടിച്ചിറക്കി വെട്ടിക്കൊന്നു. അതിരപ്പിള്ളി. വായിച്ചടോ. അതിരപ്പിള്ളിയിൽ നിന്നും പുളിക്കക്കടവിലേക്ക് പോകുന്ന യാസീൻ എന്ന ബസ്സിൽ നിന്നും രാമനാഥൻ എന്ന ചെറുപ്പക്കാരനെ ഒരു സംഘം ആക്രമികൾ ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തി. ബസ്സിനു നേരെ ബോംബെറിഞ്ഞ് യാത്രക്കാരെ പരിഭ്രാന്തിയാക്കിയ സംഘം നല്ല തിരക്കുണ്ടാമേ കാലടിക്കാവില്. രാവിലെ നല്ല തിരക്കായിരുന്നു.
ഞാൻ ഈ മന്ത്രച്ചരട് പൂജിക്കാൻ കൊടുത്തിട്ട് കുറെ കാത്തു നിന്നു. എത്ര മന്ത്രത്തിന്റെ അമ്മേ? 101 മന്ത്രം ജപിച്ച് കെട്ടി ഓ. പൂജിച്ചേക്കണതാ. ഒരു ധൈര്യമില്ലാത്തവനവൻ. ഇത് ദേഹത്ത് കെട്ടിയ എല്ലാം ശരിയാവുന്ന പൂജാരി പറഞ്ഞ. ഒരു ആപത്തിലും ചെന്നുപെടാതെ ദേവി കാത്തോളും. ഓ, എനിക്ക് എൻ്റെ കുട്ടനെ ഒന്ന് കണ്ടാ മതി. എൻ്റെ ദേവി കാത്തോളൂ. കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസം ഞാനും ഏട്ടനും കൂടി കാലടിക്കാവില് പോയതാ പൊട്ടന്തൈ എഴുന്നള്ളത്ത് കാണാൻ. നിന്റെ കുട്ടനില്ലാതെ എവിടെയും പോകാൻ തോന്നുന്നില്ല എനിക്ക്. കുമാര, കുമാര, ആ, എന്താ രക്ഷിതേ? നമ്മൾ ഇന്നലെ വെട്ടിയത് കൊല്ലാൻ ഉദ്ദേശിച്ച ആളെയല്ല, ആള് മാറിയ വെട്ടിയത്. ഉദ്ദേശിച്ച ആൾ അതേ സീറ്റിലിരുന്നാണ് ടൗണിൽ നിന്ന് വന്നത്. പക്ഷേ അപകടമുണ്ടെന്ന് മനസ്സിലാക്കിയ അയാൾ തൊട്ടു മുന്നിലെ സ്റ്റോപ്പിലിറങ്ങി. ആശുപത്രി കിടക്കുന്ന അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്ത് തിരിച്ചു വരുന്ന ഒരു രാമനാഥനെയാണ് നമ്മൾ വെട്ടിയത്. ആള് മാറി വെട്ടി. കൊല്ലപ്പെട്ടത് സാധുവായ ഒരു ചെറുപ്പക്കാരനാണ്. നാടെങ്ങും പോലീസ് അരിച്ചു പെറുക്കുകയാണ് എന്ന് കരുതി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് ചെയ്യണം ദുർഗെ? ഒരു കാരണവശാലും പിടികൊടുക്കരുതെന്നാണ് മോളിൽ നിന്നുള്ള ഉത്തരവ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നു. ഏകദേശം 10 കിലോമീറ്റർ അപ്പുറത്ത് കോടശ്ശേരി മലയാണ്. നമുക്ക് മല കയറാം. കുറച്ചുനാൾ കഴിഞ്ഞ് അന്വേഷണത്തിന്റെ ചൂടാറുമ്പോൾ നമ്മൾ തിരിച്ചു വരുന്നു. ശരി ദുർഗെ, ഞങ്ങൾ റെഡി. ഞാൻ എന്താ